സിലബസിൽ നമ്മുടെ 6ാം ക്ലാസ്സിൽ രണ്ടാം പാഠം സോഷ്യൽ സയൻസ് ബുക്കിലെ ടുവാർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പാഠമാണ്. അതിൽ ഇന്ന് നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ക്വസ്റ്റ്യൻ ആൻസറൈസ് ആയിട്ടാണ് നമ്മളിന്ന് ഈ പാഠം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് വേർ ദി റീജിയൻസ് ഇൻ സൗത്ത് ഇന്ത്യ? അതായത് സൗത്ത് ഇന്ത്യയിൽ, അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉള്ള റീജിയൻസ്, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരിക ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അതായത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അതായത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ? ദ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? കർണാടക, തമിഴ്നാട്, നമ്മുടെ കേരളം എവിടെയാണ് വരുന്നത്? സൗത്ത് ഇന്ത്യയിലാണ്. പിന്നെ ഏതാണ്? ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്, തെലങ്കാന ആൻഡ് ദി യൂണിയൻ ടെറിട്ടറി, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് വരുന്നുണ്ട്. ഏതൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആണ്? പുതുച്ചേരിൻ്റെയും ലക്ഷദ്വീപും എവിടെയാണ് വരുന്നത്? നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ വാട്ട് വേർ ദി റീജിയൻസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ്സ് ദി സ്റ്റേറ്റ്സ് ഓഫ് കർണാടക, തമിഴ്നാട്, കേരള ആൻഡ് ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആൻഡ് ദി യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപ്. ഇനി മലയാളമാണെന്നുണ്ടെങ്കിൽ നോക്കാം. ദക്ഷിണേന്ത്യയുടെ ഭാഗമായ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ ഉത്തരമായിട്ട് എന്ത് എഴുതണം? ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് ഇവ ഉൾപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്, അതായത് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ഈ ഒരു പാഠത്ത് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് മെഗാലിത്തിക് ഏജ് എന്നുള്ളത്. അതായത് മെഗാലിത്തിക് ഏജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് റൈറ്റ് എ നോട്ട് ഓൺ മെഗാലിത്തിക് ഏജ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗാലിത്തിക് എന്ന് പറഞ്ഞാൽ മഹാശിലായുഗം എന്നാണ് പറയുന്നത്. അപ്പോ റൈറ്റ് എ നോട്ട് ഓൺ മെഗാലിത്തിക് ഏജ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? The period when monuments were built with large stones or slabs. അതായത് മൊനുമെന്റ്സ്, അതായത് ശിലകള് വലിയ ശിലകള് ആണ്. അത് വലിയ പാളികൾ കൊണ്ടോ സ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാലിത്തിക് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഈ മെഗാലിത്തിക് ഏജിന് when the use of iron, അയണിന്റെ, ഇരുമ്പിന്റെ യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്? ലെഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. അതായത് ഇരുമ്പിന്റെ യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷന് ഒരു മുന്നേറ്റമായിട്ടുണ്ട്. അപ്പോ അതിലെന്തൊക്കെയാണ്? The led to the development of agriculture, consequently the transition from food gathering to ഫുഡ് പ്രൊഡക്ഷൻ. അതായത് വലിയ ശിലകൾ കൊണ്ടോ പാളികൾ കൊണ്ടോ സ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ മഹാശിലായുഗം എന്ന് പറയുന്നത്, അതായത് മെഗാലിത്തിക് ഏജ്. അപ്പോ ഈ സമയത്ത് ഇരുമ്പിന്റെ ഉപയോഗം കാർഷിക പുരോഗതിയിൽ തന്മൂലം ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് പുരോഗമിച്ച കാലഘട്ടത്തിനെയും കൂടെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? മെഗാലിത്തിക് ഏജ്, മഹാശിലായുഗം എന്നും നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ എന്താണ് മെഗാലിത്തിക് ഏജ് എന്ന് പഠിച്ചു. ഇനി നമുക്ക് മെഗാലിത്തിക് ഏജിന്റെ പ്രത്യേകതകൾ പഠിച്ചാലോ? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഗാലിത്തിക് ഏജ് എന്ന് നമ്മൾ ചോദിച്ചാൽ എന്ത് എഴുതണം? It was associated with ancient burials. അതായത് പ്രാചീന കാലത്തെ, അതായത് പഴയ കാലത്തെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പണ്ട് കാലത്തുള്ള ശവങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. എന്ത്?
മഹാശിലായുഗം, അതായത് മെഗാലിത്തിക് ഏജ് ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദി ആൻഷ്യന്റ് ബ്യൂറിയൽസ്. പിന്നെ വേറെ എന്തൊക്കെ വെച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയാണ്? അയൺ ടൂൾസ്, ഇരുമ്പായുധങ്ങൾ, പിന്നെ ഓർണമെന്റ്സ്, അതായത് ജ്വല്ലറി, പിന്നെന്താണ്? വെപ്പൺസ്, ആയുധങ്ങൾ, പിന്നെന്താണ്? ടൂൾസ്, അതും എന്താണ്? നമ്മൾ പണിക്കുപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നൊക്കെ പറയും. വെസൽസ്, പാത്രങ്ങള്. ആൻഡ് കോയിൻസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ദീസ്. അപ്പോൾ കോയിൻസ് എപ്പോഴാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? എപ്പോഴാണ്? മെഗാലിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ്. അപ്പോ നിങ്ങൾ ഈ ഒരു കാര്യം കമന്റ് ചെയ്യണം. കോയിൻസ് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് എന്താ പറയാന്ന് നിങ്ങൾ ഈ വീഡിയോന്റെ കമന്റിൽ അറിയിക്കണം. പിന്നെ അടുത്തത് എന്താണ്? കുറച്ച് മെഗാലിത്തിക് ഏജിൽ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. അതാണ് കുടക്കല്ല് എന്നാണ് അതിന് പറയുക. അതിന്റെ ഫോട്ടോ സ്ക്രീനിൽ കാണുന്നുണ്ട്. കുടക്കല്ല് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അംബർല സ്റ്റോൺ. കുടക്കല്ല് തന്നെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. പക്ഷെ ബ്രാക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അംബർല സ്റ്റോൺ ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നുള്ളത് തൊപ്പിക്കല്ല് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാബ് സ്റ്റോൺ. ആൻഡ് മുന്നിയാറാസ്, അതായത് മുന്നിയറകൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഡോൾമെൻസ് എന്നാണ് കേട്ടോ. ഡോൾമെൻസ്. അതിന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മഹാശിലാ സ്മാരകങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാവും ചോദ്യം വരിക. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? പ്രാചീന കാലത്തെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇരുമ്പായുധങ്ങൾ, ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ ഇവയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മെഗാലിത്തിക് ഏജിലാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? പാത്രങ്ങൾ, ഇരുമ്പായുധങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഏത് ഏജിലാണ്? മെഗാലിത്തിക് ഏജിലാണ്. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദി മെഗാലിത്തിക് സൈറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. മലയാളത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏവയെല്ലാം. അപ്പോ കേരളത്തിലാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് വന്നിട്ടുള്ളത്? മഹാശിലായുഗ കേന്ദ്രങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോ അതേതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. കേരളത്തില് മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് മറയൂർ ചന്ദനൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ കേരളത്തില് മറയൂരുണ്ട്, ചെരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. ഈ സ്ഥലങ്ങളിലെല്ലാം കേരളത്തിൽ എന്തുണ്ട്? മെഗാലിത്തിക് സൈറ്റ്സ് ഉണ്ട്. എന്താണുള്ളത്? മഹാശിലായുഗ കേന്ദ്രങ്ങൾ അഥവാ മെഗാലിത്തിക് സൈറ്റ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. എവിടെയൊക്കെ? മറയൂരുണ്ട്, പിന്നെ എവിടെയൊക്കെയാണുള്ളത്? ചെരമനങ്ങാടുണ്ട്, കുപ്പക്കൊല്ലിയിലുണ്ട്, മങ്ങാടുണ്ട്. ഇനി നമ്മൾ അടുത്തത് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലേക്ക്. അപ്പോ തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അടിച്ചനല്ലൂർ, അതായത് അതിച്ചനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തമിഴ്നാട്ടിൽ എന്തുള്ളത്? മെയിനായിട്ട് ഒരു മഹാശിലായുഗ കേന്ദ്രം, അതായത് മെഗാലിത്തിക് സൈറ്റ് ഉള്ളത് തമിഴ്നാട്ടിൽ എവിടെയാണ്? അതിച്ചനല്ലൂരിലാണ്. അടുത്തത് കർണാടകയിലും ഉണ്ട് ഒരു അതിന്റെ പേരെന്താണ്? ബ്രഹ്മഗിരി എന്നാണ്. എന്ത്? കർണാടകയിലുള്ള മഹാശിലായുഗ കേന്ദ്രത്തിന്റെ പേര്. അത് എന്താണ്? കർണാടകയിലുള്ള മെഗാലിത്തിക് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മഗിരിയാണ്. അടുത്തത് ആന്ധ്രാപ്രദേശിലുണ്ട്. നമ്മളെ അരിയൊക്കെ വരുന്നത് എവിടുന്നാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിലും എന്തുണ്ട്? മെഗാലിത്തിക് സൈറ്റ് ഉണ്ട്. അതൊക്കെ ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള മെഗാലിത്തിക് സൈറ്റ്സ് ആണ് കേട്ടോ അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ആന്ധ്രാപ്രദേശിലുള്ളത്? ഏതാണ്? നാഗാർജുന കൊണ്ട എന്ന് പറഞ്ഞ എന്താണ്? മെഗാലിത്തിക് സൈറ്റ് ആണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണ്? പ്രാചീന കാലത്തെ തമിഴകം, ആൻഷ്യന്റ് തമിഴകത്തിനെ കുറിച്ചും സംഘമേജിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. ആൻഷ്യന്റ് തമിഴകത്തിനെ കുറിച്ച്. What were the historical sources that provide
ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യന്റ് തമിഴകം. പ്രാചീന തമിഴകത്തെ കുറിച്ച് അറിവ് നൽകുന്ന ചരിത്ര സ്രോതസ്സുകൾ ഏതെല്ലാം എന്നാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതേണ്ടി വരും? പഴംതമിഴ് പാട്ടുകൾ. അതായത് പഴംതമിഴ് പാട്ടുകൾ, അതായത് പഴയ കാലത്തുള്ള തമിഴ് പാട്ടുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? പഴംതമിഴ് പാട്ടുകൾ. അതിന് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ എന്താണ്? ആൻഷ്യന്റ് തമിഴ് സോങ്സ് എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് തമിഴകത്തിനെ കുറിച്ച് അറിവ് നൽകുന്നത്? കോയിൻസ്, നാണയങ്ങൾ തരുന്നുണ്ട്. ട്രാവലോഗ്സ് എന്താണ്? നമ്മുടെ യാത്രാ വിവരണങ്ങൾ അല്ലേ. പിന്നെ എന്താണ്? ഇൻസ്ക്രിപ്ഷൻസ്, അതായത് എഴുതിയ ലിഖിതങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. മലയാളത്തിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? പ്രാചീന തമിഴകത്തെ കുറിച്ച് അറിവ് നൽകുന്ന ചരിത്ര സ്രോതസ്സുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? പഴംതമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ. അതാണ് ഇൻസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഈ 5 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.